ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. പുതുവത്സരാശംസകൾ നേരുന്നു. ആയുരാരോഗ്യ സൗഖ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. സർവോപരി ആധ്യാത്മിക പുരോഗതി, ആത്മാന്വേഷണത്തിൽ നമ്മൾ തത്പരരായി അതിൻ്റെ ലക്ഷ്യം സാധൂകരിക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പറയുന്നു. ചിന്മയ സന്ധ്യയിലേക്ക് ഏവർക്കും സ്വാഗതം. ചിന്മയ സന്ധ്യയിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം ചോദ്യരൂപത്തിൽ വന്നിട്ടുള്ളത് സനാതനധർമ്മം. എന്താണ് സനാതനം? ശ്രീനാരായണ ഗുരുദേവൻ സനാതനധർമ്മത്തെ പ്രചരിപ്പിച്ച ആളായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ളതാണ് സംശയം. തീർച്ചയായിട്ടും സനാതനം എന്നുള്ളത് ഭഗവത്ഗീതയിൽ ഭഗവത്ഗീതയിൽ ഒരുപാടിടങ്ങളിൽ 2-ാം അധ്യായം, 4-ാം അധ്യായം, 8-ാം അധ്യായം, 18-ാം അധ്യായം, ഇങ്ങനെ അനവധി തവണ സനാതന ശബ്ദത്തെ ഉപയോഗിച്ചിട്ടുണ്ട് ഭഗവാൻ. എല്ലായിടത്തും ഒരേ അർത്ഥത്തെ തന്നെയാണ്. അപ്പോൾ സനാതനം ഇപ്പം നമുക്ക് ഈ പല ശബ്ദങ്ങളും പല വിധത്തിൽ തെറ്റായിട്ട് ഇന്ന് നാട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇന്നെന്നല്ല, പണ്ട് കാലം മുതലേ ഉപയോഗിക്കാറുണ്ട്. പലതിനും പല അർത്ഥങ്ങളാണ്. ഇതേ സനാതനം എന്ന് പറയുന്നത് സനാതനി എന്ന് പറയുന്ന സനാതനം എന്നൊക്കെ പറഞ്ഞ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലബ് ഹൗസ് ഉണ്ടാവാം, വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. അതിലൊന്നും സനാതനവുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളായിരിക്കില്ല. അങ്ങനെ പല ഗ്രൂപ്പുകളുണ്ട്. ഇപ്പം നാരായണീയം, ഭാഗവതം, സത്സംഗം, ഇതിലൊന്നും അതുണ്ടാവില്ല. പകരം വേറെ ഓരോന്നുണ്ടാവും. ഇപ്പം തൽക്കാലം നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. എന്താണ് സനാതനം? അത് ഗീതയിൽ ഭഗവാൻ കൃത്യമായി പറയുന്നുണ്ട്. അച്ഛേദ്യോയം അദാഹ്യോയം, ഒറ്റ എടുത്തുള്ള സനാതനം പറയാ. അത്ര ഗംഭീരമായിട്ട് വേറെ എവിടെയും ഭഗവാൻ പറഞ്ഞിട്ടില്ല. കാരണം ആദ്യത്തെ സനാതന ശബ്ദം ഉപയോഗിച്ചത് 2-ാം അധ്യായത്തിലാണ്. അതുകൊണ്ട് അതിന് നല്ല കൃത്യമായ നിർവചനം നൽകിയിട്ടുണ്ട്. പിന്നെ മുകളിലേക്കുള്ളത് ഇവിടെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ മുന്നിലേക്ക് വ്യാഖ്യാനിക്കേണ്ടതില്ല ഒരു ശബ്ദത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു ശബ്ദം ഭഗവാൻ അവതരിപ്പിക്കുമ്പോൾ അത് കൃത്യമായിട്ട് അതിനൊരു വിശദീകരണം ഉണ്ടാവും. അതിപ്പോൾ യോഗി, ജ്ഞാനി, ഭക്തൻ എന്നൊക്കെ പറയുമ്പോൾ അതിനെല്ലാം വിശദീകരണം കൊടുത്തിട്ട് പിന്നീട് ആ ശബ്ദം മാത്രം പറഞ്ഞു പോകുന്ന ഒന്നാണ്. അപ്പോൾ ആ ശബ്ദം എന്താണെന്ന് പിറകിൽ വന്നിട്ട് അതിന് മനസ്സിലാക്കി പോകണം. അപ്പോൾ സനാതന ധർമ്മത്തിന് 2-ാം അധ്യായത്തിൽ ആണ് അതിനെ ആദ്യം തന്നെ ഭഗവാൻ നമ്മൾ സനാതനധർമ്മത്തെ കാണുക. പക്ഷേ അർജുനൻ സനാതനധർമ്മത്തിന് വേറൊരു വ്യാഖ്യാനമാണ് കൊടുത്തിരിക്കുന്നത്. അത് അർജുനൻ ജാതിധർമ്മവും കുലധർമ്മവും ശാശ്വതമായ ഈ സനാതനധർമ്മങ്ങൾ നശിച്ചു പോവില്ലേ എന്ന് അർജുനൻ പറയുന്നുണ്ട്. അർജുനൻ പറയുന്ന സനാതനധർമ്മം എന്ന് പറയുന്നത് ജാതിധർമ്മങ്ങളും കുലധർമ്മങ്ങളും ഒക്കെയാണ്. പക്ഷേ ഭഗവാൻ സനാതനധർമ്മത്തിന് നിർവചനം നൽകുന്നുണ്ട്. അതെന്താണ്? അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ ശോഷ്യ ഏവച നിത്യ സർവഗതസ്ഥാണുഹു അചലോയം സനാതന. എന്താണ് സനാതനം എന്ന് പറഞ്ഞാൽ? അതായത് തുടക്കവും ഒടുക്കവും ഇല്ലാത്തതേതോ അത് സനാതനമാണ്. ആദിയും അന്തവും ഇല്ലാത്തത്, അന്തവും കുന്തവും ഇല്ലാത്തതെന്നല്ല, ആദിയും അന്തവും ഇല്ലാത്തത്, എന്നും നിലനിൽക്കുന്നത്. ഈ സനാതനധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അദ്വൈത വേദാന്ത ചിന്താ പദ്ധതിയെയാണ് സനാതനധർമ്മം എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്ന സനാതനം എന്താണ്? അച്ഛേദ്യം. അച്ഛേദ്യം എന്ന് പറഞ്ഞാൽ ഛേദിക്കാൻ പറ്റാത്തത്, വാളുകൊണ്ട് അതിനെ മുറിക്കാൻ പറ്റില്ല, അച്ഛേദ്യം. അദാഹ്യം, അഗ്നി കൊണ്ട് അതിനെ ദഹിപ്പിക്കാൻ പറ്റില്ല, അദാഹ്യം. അക്ലേദ്യം, ജലം കൊണ്ട് അതിനെ കുതിർക്കാൻ പറ്റില്ല, അച്ഛേദ്യം, അദാഹ്യം, അക്ലേദ്യം. അശോഷ്യം, വായുവിനെ കൊണ്ട് അതിനെ ശോഷിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അച്ഛേദ്യമാണ്, അദാഹ്യമാണ്, അക്ലേദ്യമാണ്, അശോഷ്യമാണ്. നിത്യ സർവഗത സ്ഥാണുഹു, നിത്യമാണ്. അതൊരു കാലത്തുണ്ടായി പിന്നെ ഇല്ലാതെയായതാണോ? അല്ല. അതുകൊണ്ടാണ് അതിന് ആദിയും അന്തവും ഇല്ലാത്തത്. അപ്പോൾ അത് നിത്യമാണ്. നിത്യ സർവഗത, അതെവിടെയാണ്? ഏതോ ഇടത്താണോ? അല്ല, അതെല്ലായിടത്തും ഉള്ളതാണ്, സർവഗതമാണ്. അച്ഛേദ്യം, അദാഹ്യം, അക്ലേദ്യം, അശോഷ്യം, നിത്യ സർവഗത സ്ഥാണുഹു, ചലനമില്ലാത്തതാണ്. ഇങ്ങനെയുള്ളത് ഏതാണോ? അച്ഛേദ്യോയം അദാഹ്യോയം അയം, ഇത് പറയാണ്, അതിനെക്കുറിച്ച് പറയാ. അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ ശോഷ്യ ഏവച്ച്
നിത്യ സർവഗതസ്ഥാണുഹു അചലോയം, ചലനമില്ലാത്തത്, അചലോയം സനാതന. അപ്പം അതാണ് അർജുന സനാതനം. അതാണ് നീയും ഞാനും ഈ കാണായതെല്ലാം അതാണ്. അപ്പം മാറുന്നത് എന്താണ്? മാറുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാമങ്ങളും രൂപങ്ങളുമാണ്. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഇവിടുത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരുദേവൻ സനാതനധർമ്മ പ്രചാരകനായിരുന്നുവോ, സനാതനധർമ്മമാണോ ശ്രീനാരായണ ഗുരുദേവൻ പ്രചരിപ്പിച്ചത് എന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സനാതനം എന്നാൽ എന്ത് എന്നതാണ്. വേദാന്ത ചിന്തയിൽ അതിതാണ്. അച്ഛേദ്യമാണ്, അദാഹ്യമാണ്, അക്ലേദ്യമാണ്, അശോഷ്യമാണ്, നിത്യമാണ്, സർവഗതമാണ്, അചലമാണ്, സ്ഥാണുവാണ്. അത് ക്ലിയറായി തോന്നുന്നുണ്ട്. ഇനി ശ്രീനാരായണ ഗുരുദേവൻ ഇതാണോ പ്രചരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ഇതന്നെ, ഇതല്ലാതെ വേറെ എന്താ ശ്രീനാരായണ ഗുരുദേവൻ പ്രചരിപ്പിച്ചത്? ശ്രീനാരായണ ഗുരുദേവൻ അദ്വൈത വേദാന്ത ചിന്താ പദ്ധതിയുടെ ഒരു പ്രചാരകനായിരുന്നു. നിങ്ങൾക്കറിയോ വിവേകാനന്ദ സ്വാമികൾ എന്താ പറഞ്ഞത്? വിശക്കുന്നവനോട് വേദാന്തം പറയുന്നത് അതവനെ പരിഹസിക്കലാണെന്ന്. ശ്രീനാരായണ ഗുരുദേവൻ വിശക്കുന്നവനോട് വേദാന്തം പറഞ്ഞു. അപാര ധൈര്യമുള്ള മനുഷ്യനാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞ. പലയിടത്തും വിവേകാനന്ദ സ്വാമികൾക്ക് കൗണ്ടറാണ് ശ്രീനാരായണ ഗുരു. നമ്മൾ രണ്ടുപേരെയും എന്താ പറയുക, അതിൻ്റെ ആ ഔന്നത്യത്തിൽ ആരാധിക്കുന്ന ആളാണ്. വിവേകാനന്ദ സ്വാമികളാണെങ്കിലും ശ്രീനാരായണ ഗുരുദേവനാണെങ്കിലും രണ്ട് ഘടാഘടിയന്മാരെന്ന് പറഞ്ഞാൽ അത് അസാമാന്യമായ ഔന്നിത്യത്തിൽ, ഈ ആധ്യാത്മിക ഔന്നിത്യത്തിൽ വിരാജിക്കുന്ന എന്താ പറയുക മഹാമനീഷികളാണ്, തർക്കമില്ല. പക്ഷെ അവർ രണ്ടുപേരും തമ്മിൽ ഇപ്പോൾ ശ്രീനാരായണ മറ്റേ വിവേകാനന്ദ സ്വാമികളുടെ അഭിപ്രായത്തിൽ കേരളം ഭ്രാന്താലയമാണ്. ശ്രീനാരായണ ഗുരുദേവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ശ്രീനാരായണ ഗുരുദേവൻ അങ്ങനെ, സമകാലികരാണല്ലോ ഇവർ രണ്ടുപേരും, ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചവരവരല്ലേ. കാണാൻ അവർ പരസ്പരം അവസരം നഷ്ടപ്പെട്ടു പോയതാ. കൊച്ചിയിൽ വെച്ച് കാണാൻ അദ്ദേഹം വിവേകാനന്ദ സ്വാമികൾ ആഗ്രഹിച്ചിരുന്നു, കേട്ടിരുന്നു ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച്, കാണാൻ സാധിച്ചിട്ടില്ല. ചട്ടമ്പി സ്വാമികളെ കാണുന്നതൊക്കെ നമുക്കറിയാലോ, ആ ചരിത്രം അറിയാം. തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ, കൊച്ചിയിലൊക്കെ വിവേകാനന്ദ സ്വാമികളുടെ യാത്ര. അപ്പം കേരളത്തെക്കുറിച്ച് ഭ്രാന്താലയം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു പോയി. വിവേകാനന്ദ സ്വാമികളുടെ മണ്ഡലം കേരളമായിരുന്നില്ലല്ലോ. പക്ഷേ ഇതങ്ങനെയല്ല. ഇതങ്ങനെ ഭ്രാന്താലയമാണെന്ന് പറഞ്ഞ് സീൽ ചെയ്ത് ഇതിനെ വിടുകയല്ല. ഇതിനെ വലിയ എന്താ പറയുക വിജ്ഞാനത്തിൻ്റെ ആലയമാക്കി, സ്നേഹത്തിൻ്റെ ആലയമാക്കി, കാരുണ്യത്തിൻ്റെ ആലയമാക്കി. മൂപ്പരതിന് കൗണ്ടർ എഴുതി. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് എന്താ? കേരളം ഭ്രാന്താലയമാണെന്ന്. അപ്പോൾ മൂപ്പരെന്താ എഴുതി? കൗണ്ടർ എഴുതി അരുവിപ്പുറത്ത്. ഇത് വിവേകാനന്ദ സ്വാമികൾക്കുള്ള മറുപടിയാണെന്നൊന്നും ഇല്ല. നമ്മൾ വായിക്കണം. അവിടെയാണ് നമ്മുടെ കേമത്തരം. എന്താ എഴുതിയത്? ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം അല്ലേ? അപ്പം ഇവിടെ എന്തില്ല? അത് മൂപ്പര് എഴുതി വെച്ചു. ശ്രീനാരായണ ഗുരുദേവൻ അത് എഴുതി. അതൊരു മറുപടിയാണ്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു നമ്മൾ പറയും ഈ മയിൽപ്പീലി കുത്ത് എന്ന് പറയും. ഈ മയിൽപ്പീലി കൊണ്ട് ഇങ്ങനെ തലോടിയിട്ട് അതിൻ്റെ അടിവശം ഉണ്ടല്ലോ, അതുകൊണ്ടൊരു കുത്തുകുത്തിയ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ എല്ലാ പരിപാടികളും വളരെ നിശബ്ദമാണ്, എല്ലാമാണ്. പട്ടിണി പാവങ്ങളോട് വേദാന്തം ഗാന്ധിജിക്ക് മൂപ്പര് തിരുത്തി കൊടുത്തിട്ടുണ്ട്. ഗാന്ധിജിയുടെ നിരാഹാരത്തിനൊക്കെ കൃത്യമായ നിർവചനം ഗുരുദേവൻ നടത്തിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇരിക്കട്ടെ. അപ്പോൾ വിവേകാനന്ദ സ്വാമികൾ നമുക്ക് പ്രസിദ്ധമായിട്ടുള്ള, നമ്മളൊക്കെ ഉദാഹരിക്കുന്ന ഒരു കാര്യമാണല്ലോ. എന്ത്? പട്ടിണി പാവങ്ങളോട്
വേദാന്തം പറയരുത്, അത് അവരെ പരിഹസിക്കലാണ് എന്ന്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ എന്ത് ചെയ്തു? പട്ടിണിയുടെ പരകോടിയിലിരിക്കുന്നവർക്ക് യജ്ജാതി വേദാന്തം, സനാതനധർമ്മം ഉപദേശിച്ചു. വല്ല തെളിവുണ്ടോ? ഉണ്ടല്ലോ. നിങ്ങളിത് പലരും ദിവസവും വൈകുന്നേരം എടുത്ത് ചൊല്ലുന്നുണ്ട്, പക്ഷേ ഇത് ഒരു യാന്ത്രികമായിട്ട് അങ്ങനെ ചൊല്ലുന്നേ ഉള്ളൂ. സനാതനധർമ്മത്തിന് ഭഗവത്ഗീതയിൽ എന്ത് നിർവചനമാണോ നൽകിയത്, ആ നിർവചനമാണ് ശ്രീനാരായണ ഗുരുദേവൻ ദിവസവും വൈകുന്നേരം നിർബന്ധമായി നിങ്ങൾ ചൊല്ലണം എന്ന് പറഞ്ഞ് സമൂഹത്തിന്, സമാജത്തിന് നൽകിയ ഗുരുദേവൻ്റെ ഗദ്യപ്രാർത്ഥന. എന്താ ഗദ്യപ്രാർത്ഥന? അതെങ്ങനെയാണ് തുടങ്ങുന്നത്? കാണപ്പെടുന്നതൊക്കെയും, നിനക്ക് എന്തൊക്കെ കണ്ണിന് വിഷയമാകുന്നുവോ കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടിയതും. അപ്പം നമ്മൾ എന്തൊക്കെ കാണുന്നോ അതിന് 3 ഭാവങ്ങളുണ്ട്. സ്ഥൂലമായതാണ് നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് വിഷയീഭവിക്കുന്നത്. അതിനൊരു സൂക്ഷ്മഭാവമുണ്ട്, അതിനൊരു കാരണവുമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള വലിയ സയൻസിലേക്കൊന്നും പോകുന്നില്ല, ഒരു സയൻസിൻ്റെ ഒന്നുകൊണ്ട് നമുക്കിത് മനസ്സിലാക്കാവുന്നതാണ്. 6ാം ക്ലാസ്സിലെ സയൻസ് കൊണ്ട് ജലത്തെക്കുറിച്ച് ടീച്ചർ പഠിപ്പിച്ചു വന്നു. ഇത് ഹൈഡ്രജനും ഓക്സിജനും H2O 2:1 എന്ന അനുപാതത്തിൽ ചേരുന്നതാണ് ഒരു ജലകണമെന്ന്. അപ്പോൾ ഈ ഹൈഡ്രജനും ഓക്സിജനും നമ്മുടെ നേത്രങ്ങൾക്ക് വിഷയമാണോ? അല്ല. അപ്പോൾ അതെന്താണത്? അപ്പോൾ ജലത്തിൻ്റെ സൂക്ഷ്മമായ ഒരു രൂപമുണ്ട്. അതെന്താണ്? ജലം കാണപ്പെടുന്ന സ്ഥൂലമായ ജലത്തിന്, ഇതായി കാണുന്ന ജലത്തിന്, നമ്മൾ ഈ കൈലാസത്തിൽ പോകുമ്പോൾ നമ്മൾ ആളുകളോട് പറയും, നിങ്ങൾ ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കണം, സിപ്പ് കുറേശ്ശെ. കാരണം എന്താണ്? ഇത് ഓക്സിജനാണ് സാധനം. നമുക്കിത് പുറത്ത് കിട്ടില്ല, ശ്വസിക്കാൻ മര്യാദയ്ക്ക് കിട്ടുന്നില്ല. അപ്പോൾ കുറേശ്ശെ ഇത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഊർജം ഉണ്ടാവും. അപ്പോൾ ഇരിക്കട്ടെ. അപ്പോൾ കാണുന്ന നമ്മൾ കുടിക്കുന്ന ജലത്തിന് അതിനൊരു സൂക്ഷ്മഭാവമുണ്ട്. അത് ഈ പറഞ്ഞ ഹൈഡ്രജനും ഓക്സിജനുമാണ്. ആ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും കാരണം, അതിൻ്റെയും സൂക്ഷ്മമായിട്ട് പോയി കഴിഞ്ഞാലോ അതിനൊരു കാരണമായിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഈ കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ രൂപങ്ങളോട് കൂടിയിട്ടുള്ളതും ഇത് എവിടെ നിന്നുണ്ടായതാണ്? പരമാത്മാവിൽ നിന്നുണ്ടായി അതിൽ തന്നെ നിലനിൽക്കുന്നതും അതിലേക്ക് ലയിക്കുന്നതും. എന്താ ഗുരുദേവൻ പറഞ്ഞത്? സനാതനധർമ്മമല്ലേ പറഞ്ഞത്? അതേലോ. യഥോവ ഉപനിഷത്താണ് പറഞ്ഞത്. യഥോവ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തീതി തദ് ബ്രഹ്മേതി വിജിജ്ഞാസസ്വ. ഈ സനാതനം എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ്. അതിനെയാണ് അച്ഛേദ്യം, അദാഹ്യം, അക്ലേദ്യം, അശോഷ്യം, നിത്യം, സർവഗതം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ബ്രഹ്മത്തിൽ നിന്നുണ്ടായി ബ്രഹ്മത്തിൽ നിലനിന്ന് ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്നതാകുന്നു ഗുരുദേവൻ്റെ ഗദ്യപ്രാർത്ഥനയാണ്. അപ്പോൾ കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 സ്വരൂപങ്ങളോട് കൂടിയതും, ഇതെല്ലാം തന്നെ ആവിർഭൂതമായത്, ഇതെല്ലാം നിലനിൽക്കുന്നത്, ഇതെല്ലാം ലയിക്കുന്നത് ബ്രഹ്മത്തിലേക്കാണ്. അപ്പം അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു. അതിനാൽ പരമാത്മാവല്ലാതെ മറ്റൊന്നുമില്ല, വേറൊന്നുമില്ല. അപ്പോൾ ഇവിടെ കാണപ്പെടുന്നതൊക്കെ എന്താണ്? പരമാത്മാ. ഈശാവാസ്യ ഉപനിഷത്തിലെ ഈശാവാസ്യമിതം സർവം, ആത്മാവാസ്യമിതം സർവം. ഈശാവാസ്യത്തിന് മൊഴിമാറ്റം നടത്തിയ ആളാണ് ഗുരുദേവൻ. ഇത്ര മനോഹരമായി നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഗുരുദേവൻ മറ്റു ഉപനിഷത്തുകളൊക്കെ മൊഴിമാറ്റം നടത്തിയിരുന്നെങ്കിൽ എൻ്റെ പടച്ചവനെ എന്തായേനേന്ന്. എന്ത് മനോഹരമാണ്! ഒന്നാമത്തെ വരി തന്നെ മതി. ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ചീതാം ആകൃത കസ്യ സ്വിധനം. ഗുരുദേവൻ എന്താ അതിന് മൊഴിമാറ്റം നടത്തിയത്? ഈശൻ ജഗത്തിലെല്ലാം ആവസിക്ക കൊണ്ട് ചരിക്ക നീ മുക്തനായി
ആശിക്കരുതാരുടെയും ധനം. മതി. നമുക്ക് തോന്നുന്ന ആ ഒരു ഉപനിഷത്ത് മാത്രം ചെയ്താൽ മതി. ഗുരുദേവൻ അതുകൊണ്ട് അത് തന്നെ ധാരാളം. അപ്പം ഈ കാണപ്പെടുന്നതൊക്കെയും എന്താണ്? അതിനാൽ പരമാത്മാവല്ലാതെ വേറെ ഒന്നുമില്ല. സകല പാപങ്ങളെയും നശിപ്പിക്കുന്ന വറുത്തു കളയുന്ന രണ്ട് ഓപ്ഷനാണ്. ഒന്ന് കരിച്ചങ്ങോട്ട് കളയാം, ഒന്ന് വറുക്കാം. വറുത്തു കഴിഞ്ഞാൽ എന്താണ്? പിന്നെ മുളയ്ക്കില്ല. വറുത്തു കളയുന്ന പരമാത്മാവിൻ്റെ യാതൊരു സ്വരൂപം എൻ്റെ ബുദ്ധിയെ തെളിയിച്ച് നല്ല വഴിയെ കൊണ്ടുപോകുമോ? തന്നെയല്ലേ ധിയോയോന്ന പ്രചോദയാ. ഗായത്രിയാണ് ഗുരുദേവൻ ഇവിടെ പറയുന്നത്. ബുദ്ധൗ ശരണമന്വിച്ച ഭഗവാൻ ഗീതയിൽ പറയും, അർജുന ബുദ്ധിയെ ശരണം ഗമിച്ചാലും ധ്യാനിക്കേണ്ടതായ പരമാത്മാവിൻ്റെ ആ ദിവ്യരൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു. അതിന് ആ പരമാത്മാവിൻ്റെ ദിവ്യരൂപങ്ങൾ ഗുരുദേവൻ ഇഷ്ടംമാതിരി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഗണപതിയുടെ ക്ഷേത്രങ്ങളെ കണ്ണാടി വരെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അത് നീ കണ്ണാടിയിൽ നോക്കിയാൽ കാണുന്നത് പരമാത്മാവിൻ്റെ ദിവ്യമായ രൂപമാണ്. അപ്പം ആ രൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗുരുദേവൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക്, എടോ മണ്ട, ഈ കാണുന്നതെല്ലാം പരമാത്മാവാണെങ്കിൽ നീ ഏത് നായ്ക്കാഷ്ടം ഉണങ്ങിയത് എടുത്തു വെച്ചോ പരമാത്മാവാണെന്ന് പറഞ്ഞിട്ട് നിനക്ക് ധ്യാനിക്കാനുള്ള വകുപ്പുണ്ട് അതിൽ. കാരണം അതല്ലാതെ വേറെ ഒന്നുമില്ല ഇവിടെ. അപ്പം നിനക്ക് മനസ്സിന് ഹൃദ്യമായ സ്വീകാര്യമായ ഒരു രൂപം, അത് നിൻ്റെ അച്ഛൻ്റെ ആവട്ടെ അമ്മയുടെ ആവട്ടെ ആരുടെയോ ആവട്ടെ, അത് പരമാത്മാവാണ് എന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ അത് പരമാത്മാവ് തന്നെ. കാരണം പരമാത്മാവല്ലാതെ വേറെ ഒന്നുമില്ല ഇവിടെ. പിന്നെ നീ പരമാത്മാവിൻ്റെ രൂപം എങ്ങനെ ഇരിക്കും, അതിൻ്റെ ഒരു ഫോട്ടോ കിട്ടുമോ മേടിക്കാൻ എന്ന് അന്വേഷിക്കേണ്ടതില്ല. മനസ്സിലാവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്? അല്ലയോ പരമാത്മാവേ, ഇപ്രകാരം ഇടതടവില്ലാതെ എനിക്ക് അങ്ങയെ ധ്യാനിക്കുന്നതിനും അങ്ങയുടെ പരമാനന്ദം ലഭിക്കുന്നതിനും അങ്ങയുടെ അനുഗ്രഹം എന്നിലുണ്ടാകണമേ. ഉപനിഷത്തിലെ പ്രാർത്ഥനയാണ്. ഉപനിഷത്തിൽ പറയും, അതിഗംഭീരമായ പ്രാർത്ഥനയാണ്. യ ഉപനിഷത്സു ധർമാഹ തേ മയി സന്തു തേ മയി സന്തു. എന്താണോ ഉപനിഷത്തിൽ ധർമ്മമായി പറഞ്ഞിരിക്കുന്നത് അത് എന്നിൽ സംഭവിക്കട്ടെ, എന്നിൽ സംഭവിക്കട്ടെ. അപ്പം ഈ അച്ഛേദ്യവും അദാഹ്യവും അക്ലേദ്യവും ഒക്കെ ആയിരിക്കുന്ന നിത്യ സർവഗത സ്ഥാണുവായിരിക്കുന്ന ഈ സത്യം ഇത് എനിക്ക് ഉറയ്ക്കട്ടെ. അത് കാലാതീതമായ ആനന്ദമാണ് അത് പ്രദാനം ചെയ്യുന്നതെങ്കിൽ ആ അനുഭവം അതെനിക്കുണ്ടാകട്ടെ. അതാണ് ആ അനുഗ്രഹം. അല്ലയോ ദൈവമേ, ഭഗവാനെ, കണ്ണുകൊണ്ട് കാണുന്നതൊന്നും നിത്യമല്ല. കാരണം ഇത് അനുസ്യൂതം മാറിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും നിത്യമല്ല. കാരണം എന്താണ്? നാമവും രൂപവുമാണ്, അത് സ്ഥായിയല്ല. ശരീരവും നീർക്കുമുള പോലെ നിലയറ്റതാകുന്നു. ഈ ശരീരത്തിന് എന്തുണ്ട്? നാശമുണ്ട്. സനാതനത്തിൽ ഗീതയിൽ പറയുന്നതാണ്, ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മമൃതസ്യ ച തസ്മാത് അപരിഹാര്യാർത്ഥേന അത്വം ശോചിതും അർഹസി. എടോ അർജുന, നീ എന്തിനാ ഇതിൽ ദുഃഖിക്കുന്നത്? ജനിച്ചവന് മരണവും മരിച്ചവന് ജനനവും ഉണ്ട്, അതുറപ്പാ. അതുകൊണ്ട് നീ ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഇതെന്താണ്? ഇത് എന്ത് മനോഹരമാണ്. ഗീതയിൽ 2-ാം അധ്യായത്തിൽ ഭഗവാൻ അർജുനന് കൊടുക്കുന്ന ആദ്യത്തെ ഉപദേശമാണ് ഗുരുദേവൻ ഇവിടെ ഗദ്യപ്രാർത്ഥനയായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നീർക്കുമുള പോലെ നിലയറ്റതാകുന്നു. എല്ലാം സ്വപ്നതുല്യമല്ലാതെ മറ്റൊന്നും, സ്വപ്നതുല്യമെന്നല്ലാതെ ഒന്നും പറയാനില്ല. ഇതൊക്കെ എന്താണ്? ഒരു സ്വപ്നമാണ്. നാം ശരീരമല്ല, അറിവാകുന്നു. സനാതന ധർമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നീ എന്തല്ല? ശരീരമല്ല.
ശരീരമുണ്ടാകുന്നതിന് മുൻപ് അറിവായ നാം ഉണ്ടായിരുന്നു. മോനെ അർജുന, ഈ കാണുന്ന രാജാക്കന്മാരും നീയും ഒക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു. ഇനി മേലിലും ഉണ്ടാവും. നീയും അതെ, നീയും ഞാനും ഈ കാണുന്ന രാജാക്കന്മാരും. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഹ നജൈവ ന ഭവിഷ്യാമഹ സർവേ വയമതഃപരം. അതിന് നല്ല ശുദ്ധമായ മലയാളമാണ്. ഈ ഗുരുദേവൻ ഗീത വ്യാഖ്യാനിച്ചിട്ടില്ല എന്ന് പറയുന്നവർക്ക് ഗീതയിൽ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രം എന്ന് എഴുതിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയാൽ അബദ്ധമാണ്. ഗുരുദേവൻ സനാതന ധർമ്മത്തെയാണ് തൻ്റെ കൃതികളിൽ അത്രയും വ്യാഖ്യാനം ചെയ്തിട്ടുള്ളത്, തൻ്റെ കർമ്മങ്ങളിലും അതെ. ഇതിൻ്റെ വെടിക്കെട്ട് വരാൻ പോവുകയാണ് ഗദ്യപ്രാർത്ഥനയിൽ. അപ്പോൾ അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചു കൊണ്ടേയിരിക്കും. അതെ, സനാതനത്തിൻ്റെ നിർവചനം. ഗീതയിൽ എന്താണോ 2-ാം അധ്യായത്തിൽ ആരംഭത്തിൽ പറഞ്ഞത്, അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാം ച ഭാഷസേ ഗതാസൂൻ അഗതാസൂൻ ച നാനുശോചന്തി പണ്ഡിതാഹ. അർജുന, ദുഃഖിക്കേണ്ട കാര്യമില്ല. ഉള്ളവരെക്കുറിച്ചും പോയവരെക്കുറിച്ചും ഇനി പോകാനുള്ളവരെക്കുറിച്ചും ആലോചിച്ചിട്ട്. അടുത്തതാണ് ഇതിലെ എന്താ പറയുക, വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതിന് ഒരാധ്യാത്മികാചാര്യൻ അങ്ങനെ പറഞ്ഞുവെങ്കിൽ മറ്റൊരാധ്യാത്മികാചാര്യൻ്റെ മറുപടി അതിഗംഭീരമായ മറുപടിയാണ്. എന്താണ്? ജനനം, മരണം, ദാരിദ്ര്യം, രോഗം, ഭയം ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല. എന്നാലോചിച്ച് നോക്കണേ. എന്തൊക്കെയാണ്? ജനനം, മരണം, ദാരിദ്ര്യം, രോഗം, ഭയം. ഇതിൻ്റെ മൂർധന്യത്തിൽ കഴിഞ്ഞ ഒരു ജനതയോടാണ് ഇത് പറയുന്നത്. ആലോചിച്ച് നോക്കണം. ജനനം, മര്യാദയ്ക്ക് ആശുപത്രിയിൽ പോയി ജനിക്കാൻ പറ്റുമോ? പ്രസവം നടക്കുമോ? ഇല്ല, ഓടിച്ചു വിടും. താഴ്ന്ന ജാതിയിലുള്ള ആളുകളെ, പാവങ്ങൾ, എന്താ പറയുക, വഴിയിൽ പ്രസവിച്ചിട്ടും അവിടെ ഇവിടെയും അതൊരു വലിയ ഇഷ്യൂ തന്നെയായിരുന്നു. എത്ര കുട്ടികൾ ജനിക്കുന്നു, എത്ര കുട്ടികൾ നിലനിൽക്കുന്നു? കുറേ എണ്ണം മരിക്കും, കുറച്ച് നിലനിൽക്കും. അപ്പോൾ വേണ്ടത്ര കരുതൽ ശുശ്രൂഷയാദികളൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല. ജനനവും മരണവും അതൊരു വലിയ തീരാ ദുഃഖമായി അനുഭവിച്ച ജനതയോട് പറയുകയാണ്. ജനനം, മരണം, ദാരിദ്ര്യം അതിൻ്റെ പരകോടിയിലാണ്. രോഗം, ഭയം ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല എന്ന് പറയണമെങ്കിൽ ഇതൊന്നും നിങ്ങളെ തീണ്ടുകയില്ല. എന്നെ മാത്രമല്ല, നമ്മളെ, ഞാനും നിങ്ങളും. ഇയാളുടെ ധൈര്യം എന്താണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ബ്രൂണൈ സുൽത്താൻ പറയാൻ ധൈര്യപ്പെടില്ല. അത് ഏറ്റവും വികസ്വരമാർന്ന ഒരു രാജ്യത്തിൻ്റെ നേതാവ് പോലും ഈ രാജ്യത്തെ ജനങ്ങളോട് പറയാൻ മടിക്കും. കാരണം എന്താ? ഏത് രാജ്യം, ഇപ്പം നിങ്ങളോട് നമ്മൾ സംസാരിക്കുന്ന അമേരിക്കയിൽ നിന്നാണ്. ഇവിടെയുള്ള പ്രസിഡന്റ് പറയൂ? കാരണം ഇവിടെ ബ്രിഡ്ജിൻ്റെ ചോട്ടിലും അവിടെ ഇപ്പോൾ പാവങ്ങൾ തണുത്ത് വിറച്ച് ഇങ്ങനെ ഈ മഞ്ഞത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, വല്ലാതെ തോന്നും. ബ്രിഡ്ജിൻ്റെയൊക്കെ താഴെ ഇങ്ങനെ, ഈ ഫ്ലൈ ഓവറിൻ്റെയൊക്കെ താഴെ കുറച്ചെങ്കിലും ഒരു ഇത് കിട്ടുന്ന വിധത്തിൽ കിടക്കുന്നത് കാണുമ്പോൾ, ചെറിയ ടെൻ്റൊക്കെ കെട്ടി, പിന്നെ നായ ഉണ്ടാവും കൂടെ, അതിൻ്റെ ചൂടും ഇതിന് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിയുക. ഏത് ലോകത്തിലെ ഏത് ഭരണാധികാരി പറയും ഇതൊന്നും നമ്മളെ തീണ്ടൂല എന്ന്? എവിടെ നിന്നിട്ടാണ് അത് പറയണത്? ശരീരത്തിൻ്റെ നിലവാരത്തിലാണ് ബാക്കിയുള്ളവരൊക്കെ സംസാരിച്ചത്. ഗുരുദേവൻ പറയണത് എന്താ? നീയും ഞാനും ഒന്നും ഈ ശരീരമല്ല. നമ്മളിന്ന് അനുഭവിക്കുന്ന ഈ പറഞ്ഞ ജനന സംബന്ധമായ, മരണസംബന്ധമായ രോഗവും ദാരിദ്ര്യവും ഇതൊന്നും നമ്മളെ തൊട്ട് തീണ്ടുകയില്ല എന്ന് പറയണമെങ്കിൽ ഇങ്ങോരോ ധൈര്യമുള്ള വേറെ ആരുണ്ട്? ഇതാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ശങ്കരാചാര്യർ പറഞ്ഞ ഇത് വേദാന്ത ഡിണ്ടിമ, വേദാന്തത്തിൻ്റെ പെരുമ്പറ ഘോഷം, സനാതന ധർമ്മത്തിൻ്റെ പെരുമ്പറ ഘോഷം ആര് നടത്തണു?
ശ്രീനാരായണ ഗുരുദേവൻ പട്ടിണി പാവങ്ങളോട്, അതേ അവർക്കാണ് ചേമ്പ്, തകര, താള് ഇതൊക്കെ കറിയായിട്ട് കഴിക്കാൻ നിർദ്ദേശിച്ചു കൊടുത്ത ആള്. പാവങ്ങൾക്ക് എന്താ പറയുക, വല്ലവരും വല്ലതും കൊടുക്കുകയാണെങ്കിൽ തന്നെ, വല്ല ദയാവായ്പോണ്ട് വല്ല സവർണം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ മണ്ണിൽ കുഴി കുത്തി അതിൽ ഇല വെച്ചിട്ടും ഇവൻ്റെയൊക്കെ പിറന്നാളിനും അതിനും ഇതിനൊക്കെ ശപ്പാട് കൊടുക്കുക. അതിൽ അഭിമാനിക്കുന്ന കുറേ പൊട്ടന്മാർ ഇന്നും ഉണ്ട് നാട്ടിൽ. ആ ജനങ്ങളോടാണ് ഇത് പറഞ്ഞതെന്ന് ആലോചിച്ച് നോക്കണേ. ഇദ്ദേഹം പറഞ്ഞത് സനാതന ധർമ്മം അല്ലാതെ വേറെന്താ ഗുരുദേവൻ പറഞ്ഞത്? നെക്സലൈറ്റ് മൂവ്മെൻറ്റ് പോലെ നമുക്ക് സംഘടിക്കണം, ഉള്ളവൻ്റെ ധാന്യപ്പുരയിൽ പോയിട്ട് കവർച്ച ചെയ്യണം, എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ തരാം എന്നാണോ? അല്ല. ദാരിദ്ര്യത്തിൻ്റെ പരകോടിയിൽ ഇരിക്കുമ്പോഴും അവരെ വിവേകാനന്ദ സ്വാമികൾക്ക് കൗണ്ടർ തന്നെയാണ്. അവരോട് വേദാന്തമാണ് പറഞ്ഞത്. ദാരിദ്ര്യം അനുഭവിക്കുന്നവനോടും വേദാന്തം പറയാം. വേദാന്തം പറയാൻ പറ്റാത്തതായിട്ട് ഒരാളോടുമില്ല. ഒരു സന്ദർഭത്തിലും ഏതെങ്കിലും ആശ്രമത്തിലേക്ക് വന്നിരുന്ന് ചന്ദനക്കുറിയും തൊട്ട് ഇങ്ങനെ നിവർന്നു നിരുന്നവനോട് മാത്രമേ വേദാന്തം പറയാൻ പറ്റൂ എന്നല്ല ശ്രീനാരായണ ഗുരുദേവൻ്റെ നിലപാട്. ദാഹിച്ച് വിശന്ന് രോഗാതുരനായി ഭയപ്പെട്ടിരിക്കുന്നവനോട് പറയുകയാണ് സനാതന ധർമ്മത്തിൻ്റെ പ്രോജ്വലിപ്പിക്കുന്ന വാക്കുകൾ, ഉപനിഷത് ഉദ്ധരണികൾ. ഉദ്ധരേത് ആത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനഃ. ഭഗവാന്റെ എടോ, ഉയർന്നെഴുന്നേൽക്ക്, നീ ഒരിക്കലും തളരരുത്. നീ തളരുന്ന സമയത്ത് നീയാണ് നിന്റെ ശത്രു. നീ തന്നെ നിന്നെ ഉയർത്തുന്ന സമയത്ത് നീയാണ് നിന്റെ മിത്രം. ഗുരുദേവൻ പഠിപ്പിച്ചു കൊടുത്തത് ഇതാണ്. ഇതൊന്നും നമ്മളെ തീണ്ടുകയില്ല. ഇപ്രകാരം ഉപദേശിക്കപ്പെടുന്ന തിരുവാക്കുകളുടെയും തിരുവാക്കുകളുടെ ഉപദേഷ്ടാവായ പരമാത്മാവിനെയും, അവിടെ ഗുരുവുണ്ട്, ആ ഗുരുവാണത് ഉപദേശിക്കുന്നത്, ആ പരമാത്മാവിനെയും ഞാൻ ഊണിലും ഉറക്കത്തിലും ഇടവില്ലാതെ എല്ലായ്പ്പോഴും ചിന്തിക്കുമാറാകണമേ. എപ്പോഴും അനവരതം. രമണ മഹർഷിയുടെ ഭാഷയിൽ പറഞ്ഞ ആജ്യധാരയാ സ്രോതസാ സമം. നദി ഒഴുകുന്നത് പോലെ, എണ്ണ ഒഴുകുന്നത് പോലെ അഖണ്ഡമായി. അത് കൊല്ലത്തിലൊരിക്കൽ ശിവരാത്രിക്കും ശ്രീകൃഷ്ണ ജയന്തിക്കും അല്ല, ഇടതടവില്ലാതെ. ഭഗവാൻ പറഞ്ഞ ഗീതയിൽ പറഞ്ഞ യത് കരോഷി യത് അശ്നാസി യത് ജുഹോഷി ദദാസി യത് യത് തപസ്യസി കൗന്ദേയ തത്കുരുഷ്വമതർപ്പണം. ഗുരുദേവൻ നല്ല പച്ച മലയാളത്തിൽ പറഞ്ഞിരിക്കുക. എന്ത് ചെയ്യുമ്പോഴും, കൊടുക്കുമ്പോഴും, എടുക്കുമ്പോഴും, വാങ്ങുമ്പോഴും, കിടക്കുമ്പോഴും, ഉറങ്ങുമ്പോഴും ഒക്കെ എന്നിൽ സമർപ്പിച്ചുകൊണ്ട്, ആ പരമാത്മാവിൽ സമർപ്പിച്ചുകൊണ്ട് ഇടതടവില്ലാതെ എല്ലായ്പ്പോഴും ചിന്തിക്കുമാറാകണമേ. നീ എൻ്റെ സകല പാപങ്ങളെയും കവർന്നെടുത്തുകൊണ്ട് എനിക്ക് നിന്റെ പരമാനന്ദം നൽകണമേ. അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. അതിന് ഉത്തരരൂപത്തിൽ, ചോദ്യരൂപത്തിലൂടെ നൽകിയേ ഉള്ളൂ. അങ്ങ് ഇത് ചെയ്തു തരണേ എന്നാണ്. ഭഗവാൻ അവിടെ അഷ്വറൻസ് കൊടുത്തു, ഞാൻ നിന്റെ കാര്യം ഏറ്റു എന്ന്. എൻ്റെ ലോകവാസം കഷ്ടപ്പെട്ടു കൂടാതെ കഴിഞ്ഞുകൂടുന്നതിനും ഒടുവിൽ നിന്റെ പരമപദം പ്രാപിക്കുന്നതിനും നിന്റെ അനുഗ്രഹം എന്നിൽ ഉണ്ടാകണമേ. ഭഗവാനെ, അങ്ങും ഞാനും രണ്ടല്ല നമ്മൾ എന്ന് പറയാം. അതിൽ ആ അദ്വൈതത്തിൻ്റെ പരമമായ ആ ഭാവത്തിൽ എനിക്ക് അതായി തീരാൻ എങ്ങനെയാണോ ഉപ്പുപാവ രാമകൃഷ്ണദേവൻ പറയുന്ന പോലെ, ഞാനൊരു ഉപ്പുപാവയാണെങ്കിൽ അങ്ങാകുന്ന കടലിലേക്ക് ഞാനിതാ ആഴാൻ പോവുക. ഗുരുദേവൻ്റെ ദൈവദശകത്തിൻ്റെ ഭാഷയിൽ ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ശ്രീനാരായണ ഗുരുദേവൻ ശുദ്ധമായ സനാതനധർമ്മത്തിൻ്റെ, പല സനാതനധർമ്മമുണ്ട്. ഇപ്പോൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ചില ആളുകളെ പറയാറുണ്ട്, അവൻ സ്വാമിയാണെന്ന് പറയും. എന്താ സ്വാമി എന്ന് പറഞ്ഞാൽ
അയാൾ സന്യാസിയാണെന്നാണോ? അല്ല, കഞ്ചാവ് വലിച്ച് നടക്കുന്നവനെ സ്വാമി എന്നാ പറയുക. അപ്പം അതിനർത്ഥം എന്താണ്? അപ്പം ഇങ്ങനെ സനാതനം എന്ന് പറഞ്ഞു വേറെ പല സനാതനങ്ങൾ ഉണ്ട് നാട്ടിൽ. അതിൻ്റെ ആളല്ല ഗുരുദേവൻ. ഗുരുദേവൻ ഏതാണോ അദ്വൈത വേദാന്ത ചിന്താ പദ്ധതിയാകുന്ന സനാതനം, ആ സനാതനത്തിൻ്റെ വക്താവാണ്. ആ സനാതന ധർമ്മത്തെ അദ്ദേഹം അതിൻ്റെ പ്രാണനും, ഗുരുദേവൻ്റെ പ്രാണൻ അതായിരുന്നു. അത് തന്നെയാണ് ഗുരുദേവൻ്റെ കൃതികൾ സകലതും. ഏതും ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. ഗുരുദേവൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ.